നമുക്കൊരു ബാർ ഡയഗ്രം എങ്ങനെയാണ് എക്സൽ വരയ്ക്കുന്നതെന്ന് നോക്കാം. എക്സലില് ബാർ ഡയഗ്രം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഡാറ്റ ഷോസ് ദ പ്രൊഡക്ഷൻ ഓഫ് ത്രീ ക്രോപ്സ്. ഇതെങ്ങനെ ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രവും ഞാൻ വരച്ചു തരാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതേപോലെ എക്സൽ ടൈപ്പ് ചെയ്യുക. എക്സൽ ഞാൻ ഡാറ്റ ടൈപ്പ് ചെയ്തു. ആ, കുറച്ചുകൂടി വലുതാക്കാം. അപ്പൊ ഇതാണ് എക്സലിൽ ഡാറ്റ ടൈപ്പ് ചെയ്തത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫസ്റ്റ് സെല്ല് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കുക. ഇത് എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ഫസ്റ്റ് സെല്ല് ബ്ലാങ്ക് ആയിട്ട് ഇട്ടതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല. എന്നാലും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഫസ്റ്റ് സെൽ A1 എന്ന് പറയുന്ന സെല്ല് മേക്ക് ഇറ്റ് ബ്ലാങ്ക്. ഓക്കെ, അവിടെ ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കുക. സെലക്ട് ചെയ്യുക, ഡേറ്റ സെലക്ട് ചെയ്യുക, ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഇൻസെർട്ട്. ഇൻസെർട്ടില് ബാർ കോളം എന്നാണ് ഫംഗ്ഷന്റെ പേര്. ഫംഗ്ഷന്റെ പേര് കോളം എന്നാണ്. പഴയ എക്സലിൽ കോളം സെലക്ട് ചെയ്യുക. ആ പിക്ചർ നോക്കി സെലക്ട് ചെയ്താൽ മതി. ബാർ ഡയഗ്രത്തിന്റെ പിക്ചർ നോക്കി സെലക്ട് ചെയ്താൽ മതി. അതിൽ ആദ്യത്തേതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ, നിങ്ങളോട് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം അല്ല ചോദിച്ചത്, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ആണ് ചോദിച്ചെങ്കിൽ ഇൻസെർട്ട് രണ്ടാമത്തത്. പടം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഇനി പെർസെന്റേജ് ബാർ ഡയഗ്രാം ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതേ വഴി തന്നെ ഇൻസെർട്ടിൽ കോളത്തിലെ പെർസെന്റേജ് ബാർ ഡയഗ്രാം. സോറി, പെർസെന്റേജ് ബാർ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എക്സലില് എന്ത് ചെയ്യുക, ബാർ ഡയഗ്രാം വരയ്ക്കണം.